എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരം കടുപ്പിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടികൾ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ അനിശ്ചിതകാല രാപ്പകൽ നിരാഹാര സമരത്തിലേക്ക് ഒരുങ്ങുകയാണ് ദുരിതബാധിതർ. ജൂൺ 10 നിരാഹാര സമരത്തിന് തുടക്കമാകും. റിപ്പോർട്ട്. ജനുവരി 30-നായിരുന്നു എൻഡോസൾഫാൻ ദുരിതബാധിതർ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിട്ട് തെരുവിലേക്കിറങ്ങിയത്. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിവരുന്ന സമരം മാസങ്ങൾ പിന്നിട്ടിട്ടും ഫലം കാണാതെ വന്നതോടെയാണ് വീണ്ടും സമരം കടുപ്പിക്കാനുള്ള തീരുമാനം. ആദ്യമായി ദുരിതബാധിതർ അനിശ്ചിതകാല രാപ്പകൽ നിരാഹാര സമരത്തിനൊരുങ്ങുന്നു. ജൂൺ 10 മുതൽ അമ്മമാര് അനിശ്ചിതകാല രാപ്പകൽ നിരാഹാരം തുടങ്ങാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. വളരെ നീതിയുക്തമായ ഒരു സമരത്തോട് നിഷേധാത്മകമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും നാളുകൾ മാസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ചർച്ച നടത്താൻ പോലും തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് തന്നെയാണ് അമ്മമാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് രാപ്പകൽ നിരാഹാര സമരം നടത്തുന്നത്. 2017 മെഡിക്കൽ ക്യാമ്പിന് ശേഷം ദുരിതബാധിതരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ 1031 പേരെ തിരിച്ചെടുക്കുക. 2011 ഒക്ടോബർ 25 ശേഷം ജനിച്ചവർ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെടില്ലെന്ന സർക്കാരിന്റെ പുതിയ ഉത്തരവ് പിൻവലിക്കുക. എൻഡോസൾഫാൻ സെൽ യോഗം ചേർന്ന് കിട്ടേണ്ട നഷ്ടപരിഹാരം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൽ നിന്നോ കമ്പനിയിൽ നിന്നോ വാങ്ങി നൽകാനുള്ള നിയമ നടപടികളിലേക്ക് കടക്കുക. മരുന്നും ചികിത്സയും നൽകുക. ഈ ആവശ്യങ്ങളാണ് സമരം ചെയ്യുന്നവർ ഉന്നയിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിനു ശേഷമാണ് കാഞ്ഞങ്ങാട് അനിശ്ചിതകാല സമരത്തിന് തുടക്കമിട്ടത്. സെല്ലിന്റെ ചെയർമാൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് സെൽ യോഗം ചേരുമെന്ന് പറഞ്ഞുവെങ്കിലും ഇതുവരെ കൂടാനായിട്ടില്ല. മരുന്നോ ചികിത്സയോ കൃത്യമായി ലഭിക്കാത്തത് കാരണം പലരും മരണത്തിന് കീഴടങ്ങുകയാണ്. റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്. അർജുൻ ഹേമ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ ഹേമ, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല. അവരിപ്പോൾ നിരാഹാര വേണ്ടി വരുന്നൊരവസ്ഥയിലാണ്. അവരെ കൈയൊഴിയുകയാണോ അധികൃതർ? അരുൺ, തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. കാരണം കാസർഗോഡിൻ്റെ വേദന തന്നെയാണ് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഈ സമരം. വളരെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും, അതായത് മാസങ്ങൾ പിന്നിട്ട് ഈ സമരം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതുവരെ ചെയ്ത സമരത്തിന് യാതൊരുവിധ പരിഹാരങ്ങളോ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാരോ തയ്യാറാകാതെ വന്നതോടെയാണ് വീണ്ടും സമരത്തിലേക്ക്, അതായത് അനിശ്ചിതകാല രാപ്പകൽ നിരാഹാര സമരത്തിലേക്ക് പോകാനുള്ള ഈ സമരസമിതിയുടെ തീരുമാനം. ജൂൺ 10 ഈ സമരത്തിന് തുടക്കമിടുന്നത്. രാപ്പകൽ നിരാഹാര സമരത്തിനാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ തുടക്കമിടുക. ഇതുവരെ, അതായത് ഏകദേശം കഴിഞ്ഞ 2024 ജനുവരി 30 കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ഇവർ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള, ഇതുവരെ ഇപ്പോൾ 100 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ RDO ഓഫീസിന് മുന്നിലേക്ക് ഇവർ നടത്തിയിരുന്നു. പക്ഷേ ഇവരെ കാണാൻ ആരും തയ്യാറാകുന്നില്ല എന്നാണ് ഈ സമരസമിതി പറയുന്നത്. ഇതിന് മുൻപും ഇത്തരത്തിലുള്ള സമരങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയിരുന്നു. അതിന് ശേഷമാണ് അനിശ്ചിതകാല സമരത്തിന് തുടക്കമിട്ടത്. പ്രധാനമായും 4 ആവശ്യങ്ങളാണ് അന്നു മുതൽ ഇനിയുള്ള ഈ സമരങ്ങളിലൊക്കെ തന്നെ ഇവർ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, പട്ടികയിൽ ഉൾപ്പെട്ട പലരെയും 1031 പേരെ ഒഴിവാക്കിയ ഘട്ടത്തിൽ അവരെ തിരിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് അന്നു മുതൽ ഇന്ന് വരെ ഇവർ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, ഈ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവുണ്ടായിരുന്നു. അതിൽ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടില്ലെന്ന് പറയുന്ന ആളുകളെ, ഈ ആരോഗ്യവകുപ്പിൻ്റെ വിവാദപരമായ ഉത്തരവ് അത് പിൻവലിക്കാൻ തയ്യാറാകണം, സെൽ യോഗം ചേരണമെന്നതാണ്. അരുൺ, പ്രധാനമായിട്ടും ഈ സെൽ യോഗത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു വേദിയാണ്, അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയാണ് ഈ സെൽ യോഗം എന്ന് പറയുന്നത്. അത് നേരത്തെയുള്ള ഘട്ടത്തിൽ 1 മാസത്തിലൊരിക്കൽ കൂടണമെന്നായിരുന്നു. ഇപ്പോഴത്തെ നിർദ്ദേശപ്രകാരം 2 മാസത്തിലൊരിക്കൽ ഈ സെൽ യോഗം ചേരണമെന്നതാണ് ഈ നിബന്ധന എന്ന് പറയുന്നത്. കഴിഞ്ഞ 2023 ജനുവരി 8 അവസാനമായി സെൽ യോഗം ചേരുകയും ചെയ്തത്. അതിനുശേഷം ഇതുവരെ സെൽ യോഗം ചേരാനോ ഇവരുടെ ബുദ്ധിമുട്ടുകൾ പറയുവാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട്, അതുപോലെ തന്നെ മരുന്നിനും ചികിത്സയ്ക്കുമൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. മംഗലാപുരത്തെ ആശുപത്രികളെ ആശ്രയിക്കുന്നു. മരുന്നുകൾ പോലും ഈ കാസർഗോഡ് ജില്ലയിൽ കിട്ടാത്ത അവസ്ഥയുണ്ട്. പലരും 10ഓളം മരുന്നുകൾ കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് 3ഓളം മരുന്നുകളാണ് പലയിടത്തും കിട്ടുന്നത്. അതിൽ വലിയൊരു പ്രയാസം നേരിടുകയാണ്. ശരി, അർജുൻ ഹേമയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. എൻഡോസൾഫാൻ ദുരിതബാധിതർ അവരുടെ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല. അവർ രാപ്പകൽ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. ജൂൺ 10 മുതൽ നിരാഹാര സമരത്തിന് തുടക്കമാകും എന്ന് അറിയിക്കും.